ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോളേ ഇന്നൊരു അടിപൊളി കല്യാണം നമ്മളതിന് പോവാണ്. അപ്പോൾ നമുക്ക് ആ കല്യാണത്തിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അറിയാം. ഓക്കെ. കരുവാരകുണ്ട് കണ്ണത്തിലെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. മാമ്പഴയാണല്ലോ ഞങ്ങളുടെ സ്വദേശം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ നമ്മളിതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്കുള്ള ചില ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇത് സെറ്റ് കൗണ്ടറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സെറ്റപ്പാണ്. സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇത് ദോസ്തിൻ്റെ കാറ്ററിംഗ് സർവീസ് ടീമാണിത് ഭക്ഷണം സെറ്റാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി സപ്ലയർമാരും അതിനുവേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ ആളുകളും ഫുൾ സജ്ജമാണ്. അതിൻ്റെ കലവറയാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല ദം ബിരിയാണി, ബീഫിൻ്റെ നല്ല കുട്ടൻ ദം ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്. ബിരിയാണി വിളമ്പി അതിൻ്റെ മുകളിൽ മസാല വിളമ്പി, നല്ല അടിപൊളി മസാലയാണ് കേട്ടോ. ഫുഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ ഒരു മേക്കിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ ബാക്കി വിവരങ്ങൾ നമുക്ക് കാണാം. ക്യാമറമാനാണ് ഞാൻ വരാം, നമുക്ക് ഇരിക്കാലോ. ഫസ്റ്റിൽ ഇരിക്കണം. ഇരുന്നോളി, ഇരുന്നോളി, ഞാൻ ഇരിക്കന്നല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കയറി വന്ന രംഗമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഫസ്റ്റ് ട്രിപ്പിൽ ഇരിക്കുക കേട്ടോ. എല്ലാം നമ്മുടെ നാട്ടുകാർ പ്രഗത്ഭരായ നമ്മുടെ ദോസ്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാനും ഉണ്ട് കൂട്ടത്തിൽ. ആ ബ്ലാക്ക് കളർ ഷർട്ട് ഇരിക്കുന്ന ഞാനായിരുന്നു സ്കെച്ച്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കാരണവന്മാർ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും, നമ്മുടെ ഹാജിയാരുടെ പ്രിയപ്പെട്ട എല്ലാവരും പങ്കെടുക്കുന്ന അടിപൊളി ഒരു വിവാഹ സൽക്കാരമാണ് ഇവിടെ. അതിനകത്ത് മന്തിയുണ്ട്, ബീഫ് ബിരിയാണി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയിട്ടോ. കണ്ട ഐറ്റംസ് ടീകൾ, എല്ലാ ടീയും ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കുടിച്ച് വളരെ റാഹത്തായിട്ട് ഇരിക്കുകയാണ്. ഒന്നും ഒഴിവാക്കണ്ട. ഐസ്ക്രീം ആയിക്കോട്ടെ, പലഹാരങ്ങളായിക്കോട്ടെ, ഒന്നും ഒഴിവാക്കരുത്. ാണ് മലയാളി വരി നിങ്ങളൊന്നും വിടൂല. ഇന്ന് എല്ലാവരും ഉണ്ടാവും, നമ്മളെ ചാനലിലുണ്ടാവും. എങ്ങനെയുണ്ട് സാധനം? സാറല്ലേ, അടിപൊളി. ഇത് കുറഞ്ഞിക്കല്ലേ? അതൊന്നുമല്ല, അത് കുറവാണ്. ചെറിയ വെള്ളമുള്ളൂ. പോകുമ്പോഴത്തേനും ഓരോ കൂട്ടത്തിനാവും, പോകുമ്പോഴത്തേന് അത്യാവശ്യമാവും. എന്തൊക്കെ വർത്താനം? റാഹത്തല്ലേ? ഭക്ഷണം അടിപൊളി, വളരെ വളരെ ഉഷാർ അല്ലേ? അല്ലേ? റാഹത്തല്ലേ? എല്ലാ റാഹത്ത്. ഓരോ സർവീസും അതിലേറെ ഉഷാർ. നമ്മൾ 2-3 ക്ഷണങ്ങൾ ക്ഷണിച്ച് വലിയ കുഴപ്പമില്ല. നല്ല ഭക്ഷണം ദിവസം ഉണ്ടാകലുണ്ട്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട കാരണവന്മാരും സഹോദരങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു അടിപൊളി വിവാഹമായിരുന്നു ഇവിടെ നടന്നത്. ഇതൊക്കെ നമ്മളെ മാഷ് ഉസ്മാ മാഷ്, നമ്മുടെ ശിഹാബ് സുഹൃത്ത്, ഇവരൊക്കെ നാട്ടിലെ നമ്മളെ ചങ്കളാണ്. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഒരു സന്തോഷം. നല്ല സെൻട്രൽ എ സി ഒക്കെ ഉള്ള ഒരു ഓഡിറ്റോറിയമാണ്. സ്റ്റേജ്, അടിപൊളി സ്റ്റേജ്, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. നമുക്കിഷ്ടമുള്ള മോഡൽ സ്റ്റേജ് സെറ്റപ്പാക്കാം. അതിന് ടീമുണ്ട്, എല്ലാത്തിനും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക്. എ സി ഓണാക്കും. അപ്പോൾ വരൻ ടീമൊക്കെ പോരും. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഇതാ വരൻ ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും പരിപാടികളും ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. ഫോട്ടോ ഷോപ്പിംഗ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഏകദേശം പോകുന്ന സമയമായിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. എന്താ പറഞ്ഞേ? അത് യൂട്യൂബിൽ കാണിക്കാൻ തന്നെ എടുക്കണേ അല്ലേ? കാണിക്കണ്ടേ? ഇതൊക്കെ ഒരു ഓർമ്മ, ഇതൊക്കെ കാലാകാലത്തിലുണ്ടാവും. നിങ്ങൾ എവിടെ പോയാലും ഇതിലുണ്ടാവും.
അത് ഇതാകണം നിങ്ങളിപ്പോൾ കയറിക്കണേ ഇപ്പം നിങ്ങളുണ്ടല്ലോ ടീമാവൂല ഫുഡൊക്കെ ഉഷാറായില്ല അല്ലേ? കല്യാണ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ചെറിയ തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ നല്ല പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കവുങ്ങ്, ഇവിടെ റബ്ബർ ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ തണുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് സംസാരിച്ച്. നമ്മളെ ചങ്കളുണ്ട്, അടുത്തൊരാളുണ്ട്, ഞങ്ങളിങ്ങനെ സൊള്ളി നിൽക്കുകയാണ്. എത്ര ഇതിലുണ്ട്, കണ്ടിട്ടിലുണ്ട്, കുറേ വീഡിയോയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേസ്. അടിപൊളി ഫുഡ്, ദോസ്തിൻ്റെ കാറ്ററിംഗ് സർവീസിലെ ഫുഡാണ്. സൂപ്പർ ടോപ്പ് സംഭവമാണ്. നല്ല പക്ക ദം ബിരിയാണി ഐറ്റംസുകൾ. സദ്യ വേറെ ഉണ്ട്. സദ്യക്ക് പായസം ഉണ്ടോ? സദ്യയിൽ പായസം കണ്ടില്ല. പായസം ഉണ്ടെങ്കിൽ ഞാൻ പോയാണ്ടുള്ള പായസം കുടിച്ച് പോരും. പായസം ഉണ്ടെങ്കിൽ പിന്നെ അപ്പോൾ എനിക്ക് ഓരോ ബിരിയാണി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബിരിയാണി പോലെ പറഞ്ഞാൽ പക്ക പച്ച ദമ്മാണ് സാധനം. അത് അടിപൊളിയാണ്. സാധാ ബിരിയാണി മാതിരിയല്ല, സൂപ്പർ സംഭവമാണ്. അങ്ങനെ സർവീസ് പോലെ ടോപ്പറാണ്. എല്ലാം കൊണ്ട് സർവീസ് ടോപ്പട്ട്. പിന്നെ വെച്ചാൽ എല്ലാ ആളുണ്ട്, ഇഷ്ടം പോലെ ആളെ. അപ്പോൾ അങ്ങനെയാണ് കേസ് സംഭവം. അപ്പോൾ ഞങ്ങൾ ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് ഓട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ മാക്സിമൻ്റെ പരിപാടിയും വ്യായാമമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ചായ കുടിച്ച് ഫ്രഷായിട്ട് നമ്മൾ കല്യാണ പരിപാടിക്ക് പങ്കെടുത്തു. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളെ പരിപാടി, നമ്മളൊരു ആചാര പരിപാടി, അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച്. നാട്ടുകാരെല്ലാവരും ഉണ്ട്, ആരും ഒഴിവാക്കിയിട്ടില്ല. ആളെ ആചാര്യ നാട്ടുകാരെയും കുടുംബക്കാരെയും സുഹൃത്തുക്കളൊക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ളൊരു ബമ്പം പരിപാടി. മാഷാ അല്ലാ. ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.